ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എട്ട് നോമ്പ് പെരുന്നാളിൻ്റെ വിശുദ്ധ ദേവമാതാവിൻ്റെ ജന്മപെരുന്നാളോടനുബന്ധിച്ച് നമ്മുടെ ഇടവക വളരെ ഭക്തിയാദരപൂർവം വർഷം തോറും കൊണ്ടാടാറുള്ളതായ ഈ വലിയ പെരുന്നാൾ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ വർഷം ഇന്നു മുതൽ തുടക്കം കുറിച്ചു. വിശുദ്ധ കുർബാനയോടുകൂടെ തുടർന്ന് വൈകിട്ട് ഈവനിങ് പ്രയറോടുകൂടെ തുടർന്നുള്ളതായ ഗോസ്പൽ മെസ്സേജിനോടുകൂടെ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് തീരുവാനായിട്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മെ കരുതിയ, ഇതുവരെ നമ്മെ കാത്ത് പരിപാലിച്ച ദൈവത്തെ നമുക്ക് നമ്മെ മഹത്വപ്പെടുത്താം. ഇന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുവാനായി എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ജോസഫ് അച്ഛനാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് വളരെ പരിചയമുള്ള അച്ഛനാണ്. നമ്മുടെ ഈ ഡയോസിസിൽ സർവീസ് ചെയ്തിരുന്നു. മാത്രമല്ല കഴിഞ്ഞ മുന്നത്തെ വർഷം ഫാമിലി കോൺഫറൻസിൽ പ്രധാന പ്രാസംഗികനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനാണ് അന്ന് ക്ലാസ് എടുക്കുകയും വചന ശുശ്രൂഷ നടത്തുകയും ചെയ്തത്. ആ വർഷം നമ്മുടെ ഇടവകയിൽ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. നന്ദിയോടെ ഓർക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരുമിച്ച് ശുശ്രൂഷ നടത്തിയത് സ്നേഹത്തോടെ ഓർക്കുകയും അച്ഛൻ കൂടുതലായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും ദൈവത്തിന്റെ വലിയതായ വചനം നൽകുവാൻ, വചന ശുശ്രൂഷയായിരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന വലിയ അച്ഛനാണ്. അച്ഛനെ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ഈ ദേവാലയത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ എട്ട് നോമ്പിൻ്റെതായ പെരുന്നാളിലേക്ക്, കൺവെൻഷനിലേക്ക് വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും, കൊച്ചുമക്കളും അതുപോലെ യുക്ത പ്രായമായവരെല്ലാവരെയും, നമ്മുടെ സമീപത്തുള്ള ഇടവകളിൽ നിന്നുമൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുവാൻ, ദൈവത്തിന്റെ വചനം സമൃദ്ധിയായിട്ട് ചൊരിയുവാൻ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് കിട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ ഇടവരുത്തട്ടെ, അതിനെ ബലപ്പെടുത്തട്ടെ, അച്ഛനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോസഫ് അച്ഛനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയളപ്പാരും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ആത്മശരീര മനസ്സുകളാ
നിത്യനായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാനും ദൈവജന്യായ വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ തന്ന അവസരത്തിനായി നിരയാൻ സ്തുതിക്കുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ചിന്തകളും ധ്യാനവും അങ്ങേക്ക് കേൾക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതുമായി തീർക്കുമാറാകുന്നു. ആദ്യത്തെ മാതാവിസ്മരണീയ മറിയാമിൻ്റെയും സർവ്വശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതകളായ പ്രാർത്ഥനകളാൽ തന്നെയും കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇവിടേക്ക് എന്നെ ക്ഷണിച്ച ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി വളരെ വന്ദിനായിരിക്കുന്ന ഗീവർഗീസ് ജേക്കബ് അച്ഛനോടും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി അതിനെ ഓർമ്മിക്കുന്നു. ഈ ദേവാലയത്തിലെ മിക്കവാറും ആളുകളോട് ചെറുതും വലുതുമായ പരിചയം വളരെ വർഷങ്ങളായി നിലനിർത്തുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവരോടും സുപരിചിതമായ മുഖമാണ് എന്നുള്ളതുകൊണ്ട് ഇനിയുള്ള ഒരു മണിക്കൂർ നമുക്ക് ഒരു സ്നേഹ സംവാദത്തിലൂടെ മുമ്പോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നടത്തുന്ന കൺവെൻഷൻ പ്രസംഗങ്ങളുടെ ഒരു ശൈലി എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. ഒരു പക്ഷേങ്കിൽ കഴിഞ്ഞ നാളുകളിൽ കൂടുതലായി സെമിനാരിയുടെ ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിലായി നടത്തുന്നത് കൊണ്ട് എന്നിലേക്ക് കൂടുതലായി വരുന്ന രീതി അപ്രകാരമായിരിക്കുമ്പോൾ നിങ്ങൾ അത് ക്ഷമയോടെ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ദേവാലയത്തിൽ പല പ്രാവശ്യം വരുവാനും പ്രത്യേകിച്ച് ഈ ദേവാലയത്തിന്റെ തുടക്ക സമയത്ത് ഇവിടെ വെച്ച് നടന്നൊരു യൂത്ത് ക്യാമ്പ് ഞാൻ ഓർക്കുന്നു. ഈ പ്രദേശങ്ങളിലുള്ള യുവജനങ്ങളുമായിട്ടുള്ള സംവാദം ഒത്തിരി സ്നേഹം നൽകിയിട്ടുള്ളതാണ്. അതിലുപരിയായി എത്രയും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനുമായിട്ട് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഏതാണ്ട് 10-25 വർഷത്തെ ബന്ധമാണ്. ഞാനും അച്ഛനും ഒരുമിച്ച് ഈ ദേശത്തേക്ക് വരുവാനായിട്ടായിരുന്നു ആദ്യം മുതലേ ആഗ്രഹിച്ചത്. എന്നാൽ ഞങ്ങളെ പറ്റിയുള്ള നിയോഗം ദൈവം വ്യത്യസ്തമാക്കി എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയും ആത്മീയ പരിലാളനയും ഈ ദേശത്ത് തന്നെ നടക്കുന്നു. എന്നാൽ ആ നിയോഗം എനിക്ക് ആ സമയത്തും ഈ സമയത്തും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷ നടത്തി വരും. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത സുഹൃത്തുക്കളും അതിലുപരി ആത്മീയ യാത്രയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരെന്നുള്ള ബോധ്യം എപ്പോഴും ഉള്ളത് കൊണ്ട് എപ്പോൾ വിളിച്ചാലും ഒരുപക്ഷെ വിളിക്കുന്നതൊക്കെ വർഷത്തിലൊരിക്കലോ 6 മാസം കൂടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുകയൊക്കെ ആയിരിക്കും. എന്നാൽ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരുപാട് ഓർമ്മകളും ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് മുമ്പോട്ടുള്ള ചെറിയ ദർശനങ്ങളൊക്കെയും ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് അമ്മായും കുഞ്ഞുങ്ങളും ഒക്കെ ഈ വിളിയുടെ ബന്ധത്തിൽ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. നന്ദിയോടെ അച്ഛനെയും ഇടവകയും ഓർക്കുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചില്ല, ഞാൻ ഇടവകയിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിശദമായ വിവരങ്ങൾ ഞാനുമായിട്ടുള്ളത് പറയാൻ തുടങ്ങിയാൽ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഇന്നത്തെ സമയം അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നതായി വരും എന്നുള്ള ഭയത്താൽ അടുത്ത 3 ദിവസം കൂടെ നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായി യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആമുഖ പ്രസംഗമായിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങളിലൂടെയാണ് സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. എൻ്റെ മുമ്പിൽ 2 ചലഞ്ചസ് ഉണ്ട് ഈ പ്രസംഗങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ. ഒന്ന്, 4 പ്രസംഗങ്ങൾ നടത്തണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്.
4 പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് തീരും. അത്രയും മതി, അത് മതി നമ്മുടെ സുവിശേഷ ഭാഗം പറയാൻ. സുവിശേഷം വളരെ ചുരുങ്ങിയ ഒന്നാണ്. എന്നാൽ ഇത് 4 ദിവസമായി പറയേണ്ടി വരുമ്പോൾ, അതിലൂടെ യാത്ര ചെയ്യുവാൻ ധ്യാനിക്കുമ്പോൾ അതിൻ്റെതായ ആ ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും. രണ്ടാമത്, എനിക്ക് ശേഷം വരുന്നത് മലങ്കര സഭയിൽ എപ്പോഴും എക്കാലത്തും പ്രഗത്ഭനായിരിക്കുന്ന AP ജോർജ് അച്ഛനാണ്. അച്ഛന് മുമ്പായിട്ട്, അച്ഛൻ പ്രസംഗിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ഞാനൊരു അപ്പൻഡിക്സ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആമുഖം പറയേണ്ടി വരുമ്പോൾ അതിൻ്റെ ഭയവും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരിക്കൽ കൂടെ ഇന്ന് ദൈവം എന്നെ ഇവിടെ നിർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ 4 ദിവസവും എന്താണ് ചിന്തിക്കുവാൻ പോകുന്നതെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിപ്പോഴത് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ ചിന്ത തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മൾ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ടെങ്കിലും സുവിശേഷ പ്രസംഗം കേൾക്കുന്നവരാണല്ലേ. We continuously listen to gospel messages. Each message changes our life. I hope we are changed human beings. If not, we must get into that transformative life. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ട്രാൻസ്ഫോംഡ് യാക്കോബക്കാരാണെന്ന് വിശ്വസിച്ചാണ് കൊണ്ടിരിക്കുന്നത്. യാക്കോബ ഇവിടെ വന്നിരിക്കുന്നതാണ്. ട്രാൻസ്ഫോംഡ് എന്ന് പറഞ്ഞാൽ രൂപാന്തരം പ്രാപിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ദേഹത്തൊക്കെ എന്തൊട്ട് നോക്കാം. നിങ്ങളെല്ലാവരും രൂപാന്തരം പ്രാപിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു ഭയം ഇപ്പം തോന്നുന്നത് അതല്ല, നിങ്ങൾ എന്നെ ഭയത്തോട് നോക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങൾ ബലം പിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. തുടക്കത്തിൽ ഇത്രയും നാൾ നാം ഈ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ളത്, ഞാൻ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മലങ്കര സഭയിൽ എക്കാലവും അറിയപ്പെടുന്ന അനേക വൈദികരുടെ ശുശ്രൂഷ നടത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ സൺഡേ സ്കൂളിലെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകും. അതാവുമ്പോൾ എളുപ്പമാണല്ലോ, എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. വേദപുസ്തകത്തിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രത്തിന്റെ പേര് പറയും. ജോസഫ്. എന്താണ് ജോസഫിനെ ഇഷ്ടപ്പെടാൻ കാര്യം? ഭർത്താവിന്റെ പേര് ജോസഫ് എന്നാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ജോസഫിനെ ഇഷ്ടം? എന്തോ ഇപ്പോ യേശു ക്രിസ്തുവിന്റെ വളർത്തപ്പനായ ജോസഫിന്റെ കാര്യം. പിന്നെ ആ ജോസഫിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ പഴയ ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്. ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലോ. യേശു ക്രിസ്തു പഴയ നിയമത്തിൽ യേശു ഇല്ലെന്നാണ് ചെയ്യും. ഓ, യേശുവിനെ പോലെ ക്ഷമാശീലനായിരുന്നു പഴയ നിയമത്തിലെ ജോസഫ്. അമ്മച്ചിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷമയാണ് അല്ലേ? ജോസഫിനെ പകർത്താറുണ്ടോ ജീവിതത്തിൽ? ശ്രമിക്കുന്നു. വേറെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഇവിടെ ആരെങ്കിലും? എന്തോ ദൈവം. ആ, ഡേവിഡ്. കാരണം എന്തെങ്കിലും? എന്തോ ബത്ശേബയുള്ള ബന്ധം വളരെ, അതിനെപ്പറ്റി വളരെയധികം ആലോചിക്കാറുണ്ട്. നല്ലൊരു ചിന്തയാണ്. കാരണം ഇപ്പോഴത്തെ ഓരോ ഇൻസ്പിറേഷൻസ് ആണ്. വേറെ ആരുടെ പേര്? എന്തോ അബ്രഹാം. അമ്മായിക്ക് അബ്രഹാമിനെ ഇഷ്ടപ്പെടാൻ കാരണം 100 വയസ്സ് വരെ. അമ്മായിയുടെ ആഗ്രഹമാണ് 100 വയസ്സ് വരെ കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു കുഞ്ഞിന്റെ കാര്യം. ഭാര്യയോട്, അതായത് 100 വയസ്സ് വരെ ഇരുന്നിട്ടും കുഞ്ഞിനെ കിട്ടാതിരുന്നിട്ട് the precious gift was gifted to God.
ദാറ്റ് വാസ് സംതിങ് വെരി അമേസിങ്. ഞാൻ ഒരുപാട് പേരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, പിന്നെ ചോദിച്ചാൽ ഒരുപാട് ആൻസറുകൾ ഇങ്ങനെ മാറി മാറി വരും. പണ്ടൊരിക്കൽ ഒരു ബിഷപ്പ് ഒരു തിരുമേനി പള്ളിയിൽ ചെന്ന് സൺഡേ സ്കൂൾ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എന്താണ് ചോദ്യം? നിങ്ങൾ ആരെങ്കിലും ഒരു കഥ പറയണം. ഇത് പറയുകയല്ല, വികാരിയച്ഛന് ചങ്കിടിക്കാൻ തുടങ്ങി. കാരണം അവിടെ അങ്ങനെ അധികം ആരും പറഞ്ഞ് കഥ പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ നോക്കിയത് ഒരു കൊച്ചു കൈ വെച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കഥ പറയാൻ തിരുമേനിയെ പറ്റി പറഞ്ഞോളാം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഹോ, അച്ഛന് സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. അങ്ങനെ ഈ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി പറഞ്ഞു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന് കുഞ്ഞു പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലൊരു പുത്രൻ തൻ്റെ അപ്പൻ്റെ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് അത് വഴിയാധാരമാക്കി അങ്ങ് ദൂരദേശത്ത് പോയി. അങ്ങ് ദൂരദേശത്ത് ചെന്ന് അവനതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഭവനത്തിൽ അവിടെയുള്ള ജോലിക്കാർ എത്ര സമൃദ്ധമായിട്ട് ജീവിക്കുന്നു എന്ന് ചിന്തിച്ചു. അങ്ങനെ അവൻ തിരികെ അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ദൂരെ നിന്ന് അവൻ്റെ അപ്പനെ അവൻ കണ്ടു. അവൻ നടന്ന് അപ്പൻ്റെ അടുത്തേക്ക് ചേർന്നു. അവൻ്റെ തോളിൽ ഒരു കുരിശുണ്ടായിരുന്നു. 2 സൈഡിലായി 2 കള്ളന്മാരും ഉണ്ടായിരുന്നു. ചാട്ടവാദം കൊണ്ട് അവനെ അടിക്കുന്നുണ്ടായിരുന്നു. അവൻ അവരെ ഗോകുൽത്താമരയിൽ കൊണ്ടുപോയി കുരിശിച്ചു. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കഥയുടെ പേര് മുടിയനായ പുത്രൻ. അപ്പൊ ഇതിന്റെ ചോദ്യവും ഉത്തരവും പല ആളുകൾക്ക് പല ആളുകളെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ബർക്കൻഫീൽഡ് പള്ളിയിൽ വേദപുസ്തകത്തിലെ ആണുങ്ങളെ മാത്രം ഇഷ്ടം. അബ്രഹാമിനെ ഇഷ്ടമാണ്, ജോസഫിനെ ഇഷ്ടമാണ്, ഡേവിഡിനെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് യാതൊരു ഇഷ്ടമില്ല. പെണ്ണുങ്ങളെയാണ് ഇഷ്ടം, പക്ഷെ പറയാൻ പറ്റത്തില്ല. എന്തോ മാതാവിനെയാണ് ഇത്രയും നേരം ഞാൻ നോക്കിയിരിക്കുക. അത് ശരി. അങ്ങനെ ഈ മാതാവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഓ എല്ലാം ശരിയാണ്. പക്ഷെ അങ്കിളിന് ഇഷ്ടപ്പെടാൻ കാരണം ഇത് അങ്ങനെ മാതാവിനെ പണ്ട് തെരഞ്ഞെടുത്തു. ഒത്തിരി സാക്ഷിയാണ്. എന്നാൽ ഈ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മരിച്ചു പോകുന്ന 2 ക്ഷേത്രത്തിൽ കിടക്കുക. അമ്മ എൻ്റെ തലയ്ക്ക് ഇരിപ്പുണ്ട്. എനിക്ക് ശരിയാ ഓർമ്മയുണ്ട്. അമ്മ പ്രാർത്ഥിക്കുക. എൻ്റെ മകളപ്പള്ളിയുടെ സൈഡിലെ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ഒരു വാർഡുണ്ട്. ആ വാർഡിൽ നോക്കിയാൽ പള്ളിയുടെ കുരിശ് കാണാം അപ്പുറത്തേക്ക്. അപ്പം അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ഇനി ഇവനെ അമ്മയ്ക്ക് വേണമെങ്കിൽ സുഹൃത്തി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച ഒരു ജീവിതം എന്ന അത്ഭുതം നടന്നു എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പൊ മാതാവിനെ നമ്മൾ കാണുന്നത്, അങ്കിള് കണ്ടത് അത്ഭുതം കണ്ടു. ഞാൻ കണ്ടത് അമ്മ പറയുന്ന പ്രാർത്ഥന കേട്ടു. പക്ഷെ അത് കഴിഞ്ഞാൽ ജീവിതം അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷെ ഒരു സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ അത് കഴിഞ്ഞ് ഞാൻ സെന്റ് മേരീസ് പള്ളിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതാണ് എൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതൊക്കെ. പറഞ്ഞു വരുന്നത് ഞാൻ ചിന്തിക്കുന്നത്, അത് ഓർക്കുന്നത്, പലപ്പോഴും ഓർത്തിട്ടുള്ളത് ഞാൻ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്, അതായത് സ്വന്തം അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് മാതാവിനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ മാതാവിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ആഴമായ കാരണം എന്താണ്? What is so important in the life of Mother Mary? സഹനം, ക്ഷമ, എന്തോ വിശ്വാസം, വിനയം, എന്തോ അനുസരണം, മധ്യസ്ഥ. ഒരു മനുഷ്യന് വേണ്ട എല്ലാ ക്വാളിറ്റി ആരിലുണ്ട്. ഇതിലേത് ക്വാളിറ്റിയാണ് നമ്മളിലുള്ളത്? മാതാവിന്റെ പല ക്വാളിറ്റീസ് പറഞ്ഞതിൽ ഏത് ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഏതെങ്കിലും സത്യസന്ധമായി അല്ലേ? ഇങ്ങനെ ഈ മാതാവിന്റെ ക്വാളിറ്റി ഒത്തിരിയുണ്ട്. പക്ഷേ അത് എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പകരുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. So 4 days I'm going to unpack, I'm going to look at the life of Mother Mary
ഐ എം നോട്ട് ഗോയിങ് ഡിഫറെൻ്റ്ലി. ഞാൻ മാതാവിൻ്റെ ലൈഫിൽ നിന്ന് മാറി 8 നോമ്പിൽ എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഐ വോണ്ട് ടു ജസ്റ്റ് ഫോക്കസ് ഓൺലി ഓൺ മദർ മേരി ആൻഡ് ഹൗ ദാറ്റ് ലൈഫ് ഈസ് ഗോയിങ് ടു ബി സംതിങ് സ്പെഷ്യൽ ഫോർ അവർ ലൈഫ് and to be able to make changes in our life rather than making Mary a theory. ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു. നാം കഴിഞ്ഞ കാലങ്ങളിൽ മാതാവിനെ ഒരു തത്വത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആഹാരമുണ്ട്, ആഹാരം വിശപ്പ് മാറും എന്നും അറിയാവുന്നത് കൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ല. നാം ആയിരിക്കുന്ന ആധുനിക ലോകത്തിലെ സഭകളുടെ അപജയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേദപുസ്തകം അറിയാമെന്നുള്ളതാണ്. We really failed to experience Bible. We know Bible. We know the qualities of Mother Mary. We can make a message about Mother Mary, but it is very, very hard to follow her, and therefore we say we follow her, but we don't experience Mother Mary. Because experiencing Mother Mary is a risk. പരിശുദ്ധ മാതാവിനെ ജീവിതത്തിലേക്ക് നാം ആവഹിപ്പിക്കുക എന്നുള്ളത് വലിയ റിസ്ക് ഉള്ള ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, we are all peripherally happy to be Christians and most likely Jacobites. I'm very much aware that my message is being recorded, and that's why I very boldly say what I'm saying. ഇന്നത്തെ ദിവസം എന്നോട് ഒരുപാട് ഇന്നലെയും ഇന്നുമായിട്ട് യുവജനങ്ങൾ ഇവിടെയുള്ളവർ ചോദിച്ച ചോദ്യമുണ്ട്. Why we are not able to experience God? ബാംഗ്ലൂരിലാണ് ഞാൻ കൂടുതൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. സുരേഷ് നോസ് അബൌട്ട് ഇറ്റ്. അവിടെ ദേവാലയത്തിന് ഒരുപാട് ദാനങ്ങൾ ചെയ്ത ഒരാളാണ്. ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്തിട്ട് തിരികെ ബാംഗ്ലൂരിൽ വന്ന് അവിടെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഹി വാണ്ടഡ് ടു ഗീവ് അവേ ദിസ് പ്രോപ്പർട്ടി ടു build churches, mission centers and many other things. അദ്ദേഹത്തിൻ്റെ മകൻ ഓസ്ട്രേലിയയിൽ, one of the sons, വളരെ ക്ലോസ് ആണ്. ഞാൻ ബാംഗ്ലൂർ ഒത്തിരി നാൾ ശുശ്രൂഷിച്ചതുകൊണ്ട് ഐ ബീൻ വെരി ക്ലോസ് ടു ഹിം. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു വിവാഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു വിവാഹത്തിന് വേണ്ടി എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞു, വെച്ചാൽ I'm coming there. I want to meet you personally because I'm getting aged. I want to ask you a question. ട്രെയിനാണില്ലാത്ത ചോദ്യം എന്താണെങ്കിലും എന്നുള്ള എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ he came there and we had a chat for almost 5 hours. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് തുടക്കം നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം. എന്നോട് പറഞ്ഞു, വെച്ചാൽ അച്ഛനറിയാമല്ലോ, ഞാൻ ബാംഗ്ലൂരിൽ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഇത്ര സ്ഥലം കൊടുക്കുകയുണ്ടായി, ഇത്ര പണം എൻ്റെ ഇത് ചെലവഴിച്ചു, എൻ്റെ അടുത്ത് അച്ഛന്മാരും സഭാ കേന്ദ്രത്തിലുള്ളവർ സ്ഥിരമായി വരുമായി ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛാ, I have a heavy heart today. Can you just answer me? He was just started sobbing എന്ന് പറഞ്ഞാൽ കണ്ണീരിട്ടിട്ട് വന്ന് പറഞ്ഞു, I doubt whether I am going to go to heaven. He is not for sure whether or not he is going to experience the kingdom of God. It is a true story that I am talking and I am preaching this in front of Malabar. And then he held on my hand and said, Acha, can you just say that whether I am going to go to heaven or not?
രണ്ടാമത്തെ സ്റ്റോറി പറയുകയാണ്. ഞാൻ ഇവിടേക്ക് വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ പോയി, നാട്ടിൽ നിന്ന് ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് പൂനെയിൽ പോയി. കാരണങ്ങളുണ്ട്. ബലഹീന എന്നെ ദൈവം ഈ വൈദിക ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് 21-ാം തീയതിയാണ്. 25 വർഷം പൂർത്തീകരിച്ചു. ഈ കഴിഞ്ഞ ബുധനാഴ്ച എനിക്കൊരാഗ്രഹം, നാട്ടിൽ ഞാൻ പട്ടമേറ്റ പള്ളിയിൽ ഒരു കുർബാന ചൊല്ലണം. ആദ്യമായി ഞാൻ ശുശ്രൂഷിച്ച ചെറിയ മുകളിലാണ് ബോംബെയിൽ. അവിടെ ഒരു കുർബാന ചൊല്ലണം. എന്നെ ദൈവവിളിയിലേക്ക് കൊണ്ടുവന്ന ബലിപീഠം പൂന സെന്റ് മേരീസ് പള്ളിയാണ്. അവിടെ വെച്ച് എനിക്ക് ലഭിച്ചത് കുർബാന ചൊല്ലണം. അങ്ങനെ ആ കുർബാന ചൊല്ലിയതിന് ശേഷം ഞാൻ ബോംബെ ചെന്നു. ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുത്ത് അബുദാബി വഴി വരേണ്ടി വന്നത്. പൂനെയിൽ എൻ്റെ സിസ്റ്ററുണ്ട്. ഞാൻ അവിടെ താമസിച്ചു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ, വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ വൈഫോണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബോംബെക്ക് ബോംബെയിൽ നിന്ന് അദ്ദേഹം ഓസ്ട്രേലിയക്ക് പോയി, ഞാൻ ഇങ്ങോട്ട് വന്നു. പക്ഷേ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. ഞങ്ങൾക്ക് ടാക്സിക്കായിരുന്നു വേണ്ടി ഊബർ ടാക്സി പിടിച്ചു. വലിയ പെരുമഴയാണ്. ഞങ്ങളൊരു 4.5 മണിക്കൂർ പൂനെയിൽ നിന്ന് ബോംബെ ഫ്ലൈറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയി. ഞാൻ 3 മണിക്കൂർ മുമ്പ് കയറണോ വിചാരിച്ചു. ഒരു രീതിയിൽ നടക്കുന്നില്ല. പക്ഷെങ്കിൽ വളരെ 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 പ്രയാസപ്പെട്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ ബോംബെ എയർപോർട്ടിൽ ചെന്നു. ഞാൻ വിചാരിച്ചത് എന്താ സംഭവിച്ചത്? നേരത്തെ തൊട്ടേ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. യാത്രയ്ക്ക് പോലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. ഞാൻ ആ പദ്ധതിയെ പറ്റി പറയുമ്പോൾ നിങ്ങളോട് മറ്റൊരു പദ്ധതിയെ പറ്റിയും അടുത്ത ദിവസങ്ങളിൽ പറയും. ഞാൻ ഇവിടെ വന്നപ്പോഴേ വൈഫിലൻസിൽ ഇന്നലെ ഇവിടെ വന്നപ്പോഴേ എന്നോട് എല്ലാവരും ചോദിച്ചു, വന്നപ്പോൾ തുണിയൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും എന്താ കാര്യം? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ തുണിയെല്ലാം ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. അത് ഓർത്തിട്ടില്ല. പക്ഷെ അത് ആ തുണി പോയതിന് ഒരു കാരണമുണ്ടെന്ന് ഞാൻ പിന്നീട് വിളിച്ചു. അത് നിങ്ങൾ പിന്നീട് അനുഭവം പറയാം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഈ ഊബറിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഊബർ ഡ്രൈവർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു പയ്യൻ, 27 വയസ്സുള്ള പയ്യനാണ്. അദ്ദേഹം ലാത്തൂർകാരനാണ്, ലാത്തൂർ മഹാരാഷ്ട്രയിൽ. അദ്ദേഹത്തിന്റെ പേര് ഗുരുസിംഗ് എന്നാണ്. ഈ ഗുരുസിംഗ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാർഡിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഞാൻ കോളറൊക്കെ വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു കോളർ എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രീസ്റ്റ് പള്ളി അച്ഛൻ. Oh Father, I want to immediately പറഞ്ഞു, oh Father, I want to ask a question. എന്താണ്? നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും പറയാനാണ്. ഞാനൊരു 7 വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഒരു ക്രിസ്ത്യനായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്മസിന് എന്നെയും കൂട്ടി പള്ളിയിൽ പോയി. അപ്പോൾ അദ്ദേഹം എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്നു. അതൊരു കാത്തലിക് ചർച്ചിലായിരുന്നു. ആ കാത്തലിക് ചർച്ചിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വിശുദ്ധ കുർബാന നടക്കുകയായിരുന്നു. ഈ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന പോയി. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു ഞാനും പോകണമെന്ന് വിചാരിച്ചിട്ട് ഈ ഗുരുസിംഗ് നേരെ ഇദ്ദേഹത്തിന്റെ പിറകിൽ നിന്ന് ചെന്നു. ഈ മുന്നേ നിന്ന കൂട്ടുകാരൻ വാപ്പിളിച്ചു. അദ്ദേഹത്തിന് ഓസ്തി കൊടുത്തു, തിരുവോസ്തി കൊടുത്തു. ഇവൻ വിചാരിച്ചു ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് വാപ്പിളിച്ചു. അച്ഛൻ അദ്ദേഹത്തിന് ഓസ്തി കൊടുത്തു. എന്നോട് ചോദിച്ച ചോദ്യം അതെന്തായിരുന്നു ഞാൻ അനുഭവിച്ചത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാദറെ ഞാൻ അങ്ങനെ ചെയ്യുക? അപ്പൊ എനിക്ക് ആദ്യം പറയേണ്ടിരുന്നത് എന്താണ് അനുഭവിച്ചത് എന്നുള്ളതാണ്. 4.5 മണിക്കൂർ മുഴുവൻ, believe me, 4.5 hours I was explaining the whole Bible to him. And he was keenly, like a child sucking the breast milk of a mother. He was so close to the gospel. ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. And then I put the message. And then he said, Father, നീ എപ്പോ എന്നെ വിളിക്കാം? ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. ഇറങ്ങിയപ്പോൾ അദ്ദേഹം ബൈബിൾ എന്തോന്ന് അറിയില്ല. He doesn't know what is going on. പുതിയ നിയമം എന്താണെന്ന് പഴയ നിയമം എന്താണെന്ന് അറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, text me what I should read. നമ്മൾ എന്തിനാണ് മാതാവിൻ്റെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്? Can you challenge yourself in Christ?
2 കാര്യങ്ങൾ പറഞ്ഞു. ആമുഖത്തിൽ മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു. എല്ലാം ഫ്ലൈറ്റ് സ്റ്റോറീസ് ഫ്ലൈറ്റ്. അങ്ങനെ 21-ാം തീയതി ഞാൻ എൻ്റെ കുർബാന കഴിഞ്ഞു. വ്യാഴാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ബോംബെക്ക് പോകണം. ഞായറാഴ്ച അവിടെ കുർബാന ചെല്ലണം. ഞാൻ വൈഫും കൂടെ തിരുവനന്തപുരത്ത് നിന്ന് കയറി ഇൻഡിഗോയ്ക്കാണ് കയറുന്നത്. ഞങ്ങൾ ഇൻഡിഗോയ്ക്ക് കയറിയിട്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാക്കറ്റ് തപ്പി. ഞാൻ ചോദിച്ചു, ദീപ, വെർ ഇസ് മൈ പൗച്ച്? അപ്പോൾ ദീപ പറഞ്ഞു, അച്ഛാ, ഐ ഹാവൻ സീൻ ഇറ്റ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ സ്ക്രീനിങ് സമയത്ത് എന്നോട് പറഞ്ഞിട്ട് പോക്കറ്റിലുള്ളവരുടെ അടുത്ത് കൊച്ചൊരു ട്രെയിൽ ഇടാൻ ഐ പുട്ട് ഓവർ ദേർ. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ആദ്യം കയറി പോയി. ഷീ പിക്ഡ് അപ്പ് എവറിഥിങ് ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഓൺ ദി അതർ ക്യൂ. So by the time I reached there, she picked in everything and she kept in the, and she said, it's okay, it's with me, everything. But I didn't ask, where is my pouch? അച്ഛന്മാരുടെ പൗച്ചിൽ പൈസ ഉണ്ടോ ഇല്ലയോ അതെനിക്കറിയില്ല. പക്ഷേ എൻ്റെ പൗച്ചിൽ വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഓഫീസിലെ ചില കാർഡുകൾ, ഫിനാൻഷ്യൽ കാർഡുകളൊക്കെ എൻ്റെ കയ്യിൽ. കാരണം ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. സോ ഐ ഹാവ് ടു യൂസ് ലോട്ട് ഓഫ് തിങ്സ്. How I got stuck. What is happening? Everywhere. Nowhere is there. Interestingly, ഈ സമയമായപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് ഞാൻ എഴുന്നേക്കാൻ നോക്കുമ്പോൾ എന്നോട് എയർ ഹോസ്റ്റസ് സിറ്റ് ഡൗൺ. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രധാന എയർ ഹോസ്റ്റസിനെ, അപ്പോൾ എൻ്റെ പാനിക്നെസ്സാണ് പ്രധാന എയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സംതിങ് ഹാപ്പൻ ലൈക്ക് ദിസ്, വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? She said, don't worry. ഇതിപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പൗച്ച് കിട്ടാൻ ഒരുപാട് പേരുടെ നഷ്ടപ്പെടാൻ. You don't have to worry. But I still have this problem. But I was not panicked because of some other reason. The reason is, എനിക്ക് ഈ ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. Even if I have to just log in and cancel the cards, I can't, because logging password ഓട് എനിക്കറിയില്ല. Imagine 3 or 4 cards full of dollars, Australian dollars. I mean, full എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓഫീസിലെയാണ് എനിക്കുള്ള ചുമതലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. So this was, hurting myself. ഞാനിങ്ങനെ ഇരുന്നു, ഫ്ലൈറ്റ് പൊങ്ങി. പിന്നെ ആകെയുള്ള ഒരു കാര്യം, ചെറിയ ബാഗിലൊന്ന് നോക്കാം, മേളിലിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി, ഈ ബെൽറ്റ് ഇതൊന്ന് മാറിയാൽ മതി എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവസാനം ബെൽറ്റിന്റെ ചില മാറിയിട്ട് ചാടി ജമ്പ് ചെയ്ത് വെച്ച് എല്ലായിടത്തും തപ്പി, എന്നില്ല. ഇപ്പൊ ദീപ എന്നോട്, എൻ്റെ വൈഫ് പറയുന്നുണ്ട്, അച്ഛാ, I haven't seen your pouch. I haven't picked up your pouch at all. You might have some problem. You haven't done it. And finally, there was a small seat, and then I just opened it. I put my hands there. Oh, pouch is there, and the person at it. Oh, yeah. So what I did is I just went and spoke to the very same air hostess. I said, thank you so much for sharing my pain. I got it from my hand luggage. She immediately responded to me saying, Father, I had a caller there. Can I get a Bible verse from you? So that I will also be happy, or I'll be happy when I'm in trouble. എൻ്റെ കയ്യിൽ പേപ്പറുണ്ടായിരുന്നു. ഞാൻ അന്നേരം എഴുതി കൊടുത്തു, ജെറമിയ ചാപ്റ്റർ 33:3. ഞാൻ അവിടെ വെച്ചുകൊണ്ട് ഈ എയർ ഹോസ്റ്റസ് പല പ്രാവശ്യം വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ബോംബെ എയർപോർട്ടിൽ. She ran to me later and came to me and said, Father, I read it. So great, and I could bypass it. And I'm pretty sure my life is going to change with this Bible verse. And Diva said, Acha, I haven't put that pouch inside, but I knew that the Lord wants me to give this Bible verse to her, and that is the only reason why there was an episode happened. Why are we Jacobites celebrating the life of Mother Mary? For the past 50 years, if you and I can't live and experience Mother Mary in our lives, just to say so many stories,
What is so important with the life of Mother Mary? Year after year we are celebrating the life of Mother Mary. But what kind of life that she had in her life? മറിയയുടെ ജീവിതം എന്തായിരുന്നു എന്ന് മാത്രം. I'm going to introduce my Mother Mary today, and tomorrow I'm going to talk about how she has explicitly said who she was considered to be, the Lord and Savior. That I'll tell you tomorrow. But today, how she has to be defined. എങ്ങനെയാണ് മദർ മേരിയെ നാം സാധാരണ അറിയുന്ന കഥയിലുള്ള ആളാണോ യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ഉള്ള മറിയം എന്ന് നോക്കാം. അറിയുമീ അതിന് മുമ്പ് എനിക്കറിയാം പകുതിയാവുന്ന സമയമാണ്. പക്ഷെ എന്നോട് പറഞ്ഞ സമയത്തിൻ്റെ ഏതാണ്ട് എനിക്കിങ്ങനെ വരികയാണ്. ചിലരുടെ മുഖത്ത് ഒരു ചെറിയ ക്ഷീണം, ഒരു പ്രയാസം. ഉറങ്ങുന്ന ആളുകൾക്ക് ഉറങ്ങാം. എനിക്ക് പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുന്നതിലൊരു പ്രയാസമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുമ്പോൾ താഴെ വീഴുന്നത്. ഇവിടുത്തെ ഇൻഷുറൻസിൻ്റെ ഒക്കെ എനിക്കറിയില്ല എങ്ങനെയാണ്. ചില കഴുത്തെന്നാണ്. പണ്ടൊരാൾ വേദോത്സവത്തിലുണ്ട്, ഉറങ്ങി താഴെ വീണ് കഴുത്തൊടിഞ്ഞ ഒരാൾ. അന്ന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പം ഇൻഷുറൻസ് ഇല്ലാത്ത കാര്യം നടത്തിയില്ല. അപ്പോൾ ഉറങ്ങുമെങ്കിൽ ഉറങ്ങിക്കൊള്ളുക, താഴെ വീഴും. ഈ മദർ മേരിയെ പറ്റി, വിശുദ്ധ കന്യകമറിയാം, ദൈവജനനിയായ കന്യമറിയമിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അമ്മയുടെ എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മദർ മേരിയുടെ മാതാപിതാക്കൾ ആരായിരുന്നു? ഹന്ന, യുയാക്കീം ദമ്പതികൾ. ഈ ഭാഗം നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ? പഠിക്കാൻ കിട്ടുമോ? ഇത് വേദപുസ്തകത്തിലുണ്ടോ? ദീർഘമായ പഠനങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ള പുസ്തകങ്ങൾ, പ്രോട്ടോ എവങ്കേലിയോൻ എന്ന് പറഞ്ഞ ചില പുസ്തകങ്ങളിൽ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ മാതാവിൻ്റെ ജീവചരിത്രം. മാതാവ് BC 14 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. BC കർത്താവിന് മുമ്പ് 14 വർഷം അന്നാണ് ജനിക്കുന്നത്. കഥയുടെ ആഴം നിങ്ങൾക്കറിയാം. ഈ ദമ്പതികളായിരുന്ന യുയാക്കീം, ഹന്ന എന്നിവർക്ക് മക്കളില്ലായിരുന്നു. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഒരാൾ 40 ദിവസത്തെ അവരുടെ മാറി താമസിച്ച്, ഒരാൾ വീട്ടിലും ഒരാൾ വനത്തിലുമായി അല്ലെങ്കിൽ ദൂരെയുമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. അവർ രണ്ടുപേരുടെ ഒരു തീരുമാനമെടുക്കുന്നു. നമുക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്റെ ചോദ്യം, എത്രാമത്തെ വയസ്സിലാണ് മാതാവിനെ ദേവാലയത്തിൽ, യേശുവിന്റെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്? അറിയാമോ? 3-ാമത്തെ വയസ്സിലാണ്. ഈ 3-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ കാണുന്ന മാതാവിന് പിന്നീട് ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. പക്ഷെ ഈ പ്രത്യക്ഷപ്പെടുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഒരു പ്രത്യേക വാക്ക് മാലാഖ പറയുന്നു. ആർക്കെങ്കിലും വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. ദൂതൻ അവളോട് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യ ഭാഗം നമുക്ക് ഇപ്പോൾ തുടങ്ങാം. അത് മതി, അമ്മായി അവിടെ നിൽക്കട്ടെ. ദൂതൻ അവളോട് മറിയയെ ഭയപ്പെടേണ്ട. മാതാവ് എവിടെയാണ് ജീവിച്ചിരുന്നത്? ദേവാലയത്തിൽ. ദേവാലയത്തിൽ ജീവിച്ചിരുന്ന മാതാവ് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരാൾ എപ്പോഴും പ്രാർത്ഥനാ ജീവിതം, ദേവാലയത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജീവിതമാണ്. ഈ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആഴത്തിൽ നിൽക്കുന്ന ഒരാൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്തോ അല്ല, ചോദ്യം അത്. ദേവാലയത്തിലായിരുന്നല്ലോ മാതാവിന്റെ ജീവിതം ദേവാലയത്തിലായിരുന്നു. ഈ ദേവാലയത്തിലായിരുന്ന മാതാവിനോട് ദൂതൻ വന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ മാതാവിന് ഭയം ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? എങ്കിൽ എന്തായിരുന്നു മാതാവിന്റെ ഭയത്തിന്റെ കാരണം? ഇത് മാലാഖയെ, നിങ്ങളാരും മാലാഖമാരെ കണ്ടിട്ടില്ല? ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല. വീട്ടിൽ ചെന്നൊന്ന് നോക്കിയോ? ഞാൻ പറഞ്ഞ ചില മാലാഖമാർ വീട്ടിലൊക്കെ ഉണ്ട്. നിങ്ങൾ പുരുഷന്മാരെ കണ്ടിട്ടുണ്ടോ? മാലാഖ കണ്ടിട്ടുണ്ടോ? എനിക്കറിയാമോ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ആ വിവാഹം ആലോചിച്ച സമയത്ത്
നിങ്ങളുടെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞില്ല, ഇങ്ങനെയുണ്ട് കൊച്ചു മാലാഖയെ പോലെ. ദയാനെ നോക്കുമ്പോൾ എനിക്കറിയാം ദയാനതാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ആളുകളുടെ ആഗ്രഹം മാലാഖയെ പോലെ ഒരു കുട്ടിയെ കിട്ടും. നമുക്ക് എന്തെല്ലാം നമ്മുടെ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി, ഭർത്താവ് എങ്ങനെ ആണ്. മാലാഖമാർ, പുരുഷന്മാർ മാലാഖമാരുണ്ടോ? ചില പള്ളിയിലൊക്കെ ചെന്നാൽ മധുവായുടെ പുറകിൽ വരച്ച് വെച്ചേക്കുന്നതാണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മാലാഖമാരെ കണ്ടില്ല. എന്താ കാരണം? നിങ്ങളെന്താ മാലാഖയെ കാണാറ്? മാതാവ് മാലാഖയെ കണ്ടു, നിങ്ങൾ കണ്ടിട്ടില്ല. നമുക്ക് ഭയങ്കര ഭയമാണ്. ഒരു മാലാഖ നിങ്ങളുടെ അടുത്ത് വന്നാത്ത സ്ഥിതി ആലോചിച്ചു. എന്റെ കർത്താവ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല മാലാഖ നമ്മുടെ അടുത്ത് വന്നാൽ. ഞാൻ തമാശ പറയുന്നില്ല. കാരണം മാലാഖയെ കാണേണ്ട നമ്മളിത് വലിയ ശക്തിയും കുക്കിയൊക്കെ പറയും. പക്ഷേ നമ്മുടെ മുറിക്കകത്ത് നമ്മളെല്ലാം ആരും ഇല്ലാതിരിക്കുന്ന മുറിക്കകത്തൊന്ന് കയറി വരട്ടെ. നമ്മൾ പറയും കർത്താവ് ഉദ്ധിതനായി നിങ്ങളുടെ മുറിയിലൊന്ന് വരട്ടെ. നിങ്ങൾ കഥയെല്ലാം അടച്ച് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് നിങ്ങളുടെ മുറിക്കകത്ത് മാലാഖ കയറി വന്നാത്ത സ്ഥിതി എന്തായിരിക്കും? അപ്പൊ എന്തുകൊണ്ടായിരിക്കും മാലാഖ വന്നിട്ടും ഇവിടെ പേടിക്കുന്നത്? മറിയം, ചില കാരണങ്ങളുണ്ട്. മറിയമിന്റെ ജീവിതം മുഴുവൻ എങ്ങനെയായിരുന്നു? ദേവാലയത്തിലെ മറിയമിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, എന്റെ പ്രസംഗം കൺവെൻഷൻ പ്രസംഗമായിരിക്കും പ്രവേശിക്കരുത്. പറഞ്ഞോളൂ. കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പണ്ട് മുതലേ, കൺവെൻഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. കൺവെൻഷണൽ, പണ്ട് മുതൽ ഇങ്ങനെയാണ് ഇതിന്റെ രീതി. അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. പറഞ്ഞോളൂ. ചില കാര്യങ്ങൾ അവസാനം പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ ചിന്തനീയമായിരിക്കും. സാധാരണ നമ്മുടെ ഈ വേദപുസ്തകത്തിൽ കാണുന്ന മറിയം, അവളുടെ ജീവിതം എങ്ങനെയാണ്? പ്രാർത്ഥനാ ജീവിതം. അതുകൊണ്ട് നമുക്ക് മറിയത്തിനോട് ഭയങ്കര ഇഷ്ടം. പ്രാർത്ഥനാ ജീവിതം. എന്തോ ശുശ്രൂഷ ഉണ്ടായിരുന്നു, എന്തോ നെയ്ത്തുണ്ടായിരുന്നു. വളരെ ശാന്തസുന്ദരമായ ഒരു ജീവിതം നയിച്ച ആളായിരുന്നു. ആര്? അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? ശുദ്ധിമതിയായ മാതാവിന്റെ ജീവിതം ശാന്തസുന്ദരമായിരുന്നു. 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കളായിട്ടുണ്ടോ? ഉണ്ടല്ലേ? ജസ്റ്റ് ഇമാജിൻ 3-year-old child of yours is getting departed from you. 3-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് വേദന ഉണ്ടാകും. അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിലല്ല, മറ്റേ പ്രോട്ടോകോളിൽ എഴുതിയിട്ടുണ്ട്. യുയാക്കീം, ഹന്ന ദമ്പതികൾ വളരെ വേദനയോടുകൂടെ അവർ ദേവാലയത്തിൽ തിരിയും. പക്ഷെ മാതാവ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് മറിയം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മേരി, പ്രകാശം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് പ്രകാശം എന്നുള്ളതാണ്. ആ പ്രോട്ടോകോളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യുയാക്കീം, ഹന്ന ദമ്പതികൾ ദേവാലയത്തിൽ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കി, പക്ഷെ മാതാവ് തിരിഞ്ഞു നോക്കിയില്ല. ഭയങ്കര എന്താ മനസ്സല്ലേ! ഇങ്ങനെ മനസ്സുള്ള ആളുണ്ട്. എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് അറിവ്, അതായത് ആദ്യകാലത്തിൽ തന്നെ ആ ഫോട്ടോയിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? യുയാക്കീം, ഹന്ന ദമ്പതികൾ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, നിന്നെ ദേവാലയത്തിൽ വിടാനുള്ളതാണ്. പക്ഷേ ദേവാലയത്തിൽ വിടാനുള്ള ആളാണെങ്കിൽ പോലും 3-ാം വയസ്സിൽ ഹോസ്റ്റലിലോ അതിലോ ചൈൽഡ് കെയറിലോ കൊണ്ട് വിടുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ കുഞ്ഞ് വളരെ സുഖകരമായി ജീവിച്ചു എന്ന് നമ്മൾ പറയും. എന്നാൽ internally she had her own problems because she has not been seeing her parents. ഒരു കുഞ്ഞ് തൻ്റെ പേരൻസിനെ കാണാതിരിക്കും. നിങ്ങളിപ്പോൾ വയനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കണ്ട ചില കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലേ? നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ എത്ര പെയിനാണ്. ബട്ട് ഇമാജിൻ ഹൗ ഷീ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ഹെർ ഓൺ ലൈഫ് വിതൗട്ട് ഹെർ പേരൻസ്. രണ്ടാമത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യെരുശലേം ദേവാലയം വളരെ കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിരുന്നു? യേശു തമ്പുരാൻ തന്നെ പിന്നീട് എന്താ പറഞ്ഞത്? നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പൊ ഈ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത് വിൽക്കുന്നവരും വാങ്ങുന്നവരുമായ വാണിജ്യം നടക്കുന്ന ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടി, എത്ര വയസ്സുണ്ട്? 3 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവിതം വളരെ സുഖകരമായിരുന്നു, അല്ലേ? എത്ര സുഖകരമായിരുന്നു! പിന്നീടോ അവിടെയുള്ള സ്മെൽ എന്താണ്? യാഗങ്ങളും യാഗവസ്തുക്കളും കുറുനിരികളും
പ്രാവുകൾ, കുറുപ്രാവുകൾ, ചെങ്ങാലികൾ, കാളക്കുട്ടികൾ, ആട്ടിൻകുട്ടിയൊക്കെ അറുക്കുകയാണ്. അതിന്റെ രക്തം നിങ്ങൾക്കറിയാമോ? അത് കുറെ ദിവസം കഴിയുമ്പോൾ എന്തൊരു മണമായിരിക്കും അവിടെ യാഗശാല. Just imagine a girl who is bringing up her life at the age of 3 to 30 or 12 or 30 with all this unwanted experiences. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 20-30 വർഷമായിരിക്കും അല്ലേ ആയിട്ടാണ്. നിങ്ങൾക്ക് is it so easy to go back to India and stay there? നമ്മൾ എന്താ ആദ്യം പറയണത്? എങ്ങനെ ഇവിടെ ആളുകൾ ടോയ്ലറ്റിൽ പോകണേ, നാട്ടിൽ ചെല്ലുമ്പോഴേ വെറ്റ് ടോയ്ലറ്റ്. ഞാനൊക്കെ തുടങ്ങിയത് വെളിമ്പ്രൈസ്. നമുക്ക് ഇതൊക്കെ ഭയങ്കര കാര്യം. ഇപ്പൊ എപ്പോൾ പോയാലും പ്രശ്നമൊന്നുമില്ല, ഇല്ലാതില്ല, അതിന്റെ ഒരു സൗകര്യമുണ്ട്. അങ്ങനെ നമുക്ക് എന്തെല്ലാം ഇൻകൺവീനിയൻസസ് ആണ് അവിടെ. പക്ഷെ ഇമാജിൻ ദിസ് ലിറ്റിൽ ഗേൾ ഹാഡ് ടു ഫേസ് ലോട്ട് ഓഫ് ട്രബിൾസ്. ഇതിനെല്ലാം ഉപരിയായിട്ടൊരു ചെറിയ കാര്യം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ മാതാവ് വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാതാവിനോട്. പറയുന്നുണ്ട്, നിനക്ക് പുത്രനെ പ്രസവിക്കും, നിനക്കൊരു പുത്രനെ ലഭിക്കും. അപ്പൊ ഈ മാതാവ് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? വയസ്സ് എത്ര ഉണ്ട്? 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സ് പറയാൻ എത്രയുണ്ട്? എവിടെ എത്ര ക്ലാസ് പഠിക്കും? ഗ്രേഡ് 5, 6. ഇന്നത്തെ കുട്ടികളല്ല, അന്നത്തെ കാര്യം പറയുന്നത്. അപ്പൊ ഈ മാതാവ് തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയണേ? പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? എന്താ അതിന്റെ അർത്ഥം? ഈ അർത്ഥം 12 വയസ്സിന് മുമ്പ് ദേവാലയത്തിൽ ജീവിച്ചിരുന്നത് സേഫ് അല്ലായിരുന്നു അതിന്റെ അർത്ഥം. ഇറ്റ് വാസ് നോട്ട് സോ സേഫ്. ഇപ്പത്തെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ഇപ്പൊ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. സേഫ് അല്ലാത്ത പ്ലേസസിനെ പറ്റി നമ്മൾ വായിക്കാറില്ല. എന്തൊക്കെ കമ്മീഷൻ വന്നിട്ട് 2000 വർഷത്തിന് മുമ്പ് അതൊക്കെ അറിയാൻ പറ്റുന്നത്. ദേവാലയമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ സേഫ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഓസ്ട്രേലിയയിലൊക്കെ പുരോഹിതൻ ഞങ്ങൾ വരെ ചൈൽഡ് സേഫ്റ്റി എടുത്തെങ്കിൽ മാത്രമേ പള്ളിയിൽ എത്താൻ പറ്റൂ. എന്റെ കയ്യിലുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് സേഫ് എവരിവെയർ. A girl child cannot be safe every time. And she had undergone, and that's the reason why she said, how can I have a child without knowing a man? She was well aware about everything because there could be challenges within her life. Oh, ingane vaikkalle. Yes, this was a challenge. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മാതാവ് ഈ ചലഞ്ച് ഏറ്റെടുത്തത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു വരണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും നമ്മൾ കാണുന്ന ജീവിത പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലൂടെ തന്നെയാണ് മാതാവ് ജീവിച്ചത്. So she had to face everything. മാതാപിതാക്കളെ പിരിഞ്ഞ് ജീവിക്കുന്ന നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നാട്ടിലായിരുന്നെങ്കിൽ ആ വേദന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ? നമ്മുടെ മാതാവും പിതാവും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രയോ മെമ്മറീസ് ആണ് നമ്മുടെ മനസ്സിൽ. We can't even think of departing them from our brain. And then, you are in this world. ഇവിടെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് പലരും ചിന്തിക്കും it's so simple and so happy. But imagine in this business world, ഈ ലോകമാകുന്ന ബിസിനസ്സിൽ എത്ര പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്താണ് നമ്മൾ എടുക്കേണ്ടത്, എന്താണ് എടുക്കരുതാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചില സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. But have you ever thought the challenges these children face in this world? I'll tell you one example. You go to Walmart, okay. You tell me how many items are there put up for sale? എത്ര ഐറ്റം അവിടെ ഉണ്ടെന്ന് അറിയാമോ? ഈ വാൾമാർട്ട് പോലെ ഒരു സ്റ്റോർ അവിടെ ഉണ്ട്. അതിന്റെ പേര് കോൾസ് എന്നാണ്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ അറിയാവുന്നെങ്കിൽ ബിസിനസ് അറിയാവുന്ന കോൾസ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള ടോട്ടൽ പ്രോഡക്ട്സിന്റെ നമ്പർ എത്രയാണെന്ന് അറിയാമോ? അവിടെയുള്ള ഒരു മാനേജറുമായിട്ട് ഞാൻ അടുത്ത കാലത്ത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം. ഒരു സാധാരണ സ്റ്റോറിൽ അവിടെ അവർ വെച്ചിരിക്കുന്നത് 150,000 ഐറ്റംസ് ആണ്. അപ്പൊ നിങ്ങളൊരു സ്റ്റോറിൽ ചെന്നൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ എത്ര സാധനമാണ് നിങ്ങൾ എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ ചലഞ്ച്, ഏത് സോപ്പാണ് നല്ല സോപ്പ്?
നമ്മൾ ഒത്തിരി സോപ്പുകളാണ്. ഏത് ഷർട്ടാണ് നല്ല ഷർട്ട്? കാരണം there is a lot of challenges because of the business. The world is becoming much more business minded and we don't have choices. ഈ അനുഭവം മാതാവിനുണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്ന ലോകത്തിലെ ചില ദുരനുഭവങ്ങൾ, we don't want to have this kind of experiences. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴും, ആ ആൾ എന്നോട് അങ്ങനെ ഇടപെടാതിരുന്നെങ്കിൽ ഒരു ദുഷിച്ച ബന്ധമാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴെങ്കിലും ആരെയും പറ്റിയും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് പറയില്ല, പക്ഷെ ശരിയല്ല, നമുക്ക് തോന്നിയില്ല. എത്രയോ പേര് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. Because we live in a world where we like certain things, we don't like certain things. And as പുരുഷനെ അറിയായികയിൽ നിന്നുള്ളതായ ചലഞ്ചസ്, മനുഷ്യന്റെ ശരീരത്തിന്റെ ചലഞ്ചസ്, ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പേർക്കാണ് ഈ ഒരു ശരീരത്തിന്റെ ചലഞ്ചസ് ഉണ്ടാകാതിരുന്നിട്ടുള്ളത്? I don't think that it's, if you say that I never had, that means you are faking it. Every human being with a brain which we can say that it's a sound brain will always face these kind of problems. And therefore we must also understand Mother Mary had every tough time in her life. In order for us to identify with her and for her identify with us. നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളെ തന്നെ ഒരു ജീവിതത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയ ആളാണ് മറിയ. ബട്ട് അതാണ് വരുന്നത് നമ്മുടെ ഇന്നത്തെ ചിന്ത. എന്നാൽ മറിയ ഇതിനിടയിൽ ചില പ്രത്യേകതകൾ കാണിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾ ഇവരുമായിട്ടല്ല നടത്തിയത്. വേദപുസ്തകത്തിൽ മറിയയ്ക്കുള്ള 4 പ്രധാനപ്പെട്ട ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എഴുതി വെച്ചിരിക്കുകയല്ല, പക്ഷെ നമ്മളത് വായിച്ചെടുക്കണം. മറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരൻ ഒന്നാമത്തെ ആളായിരുന്നു എലിസബത്ത്, അല്ലേ? എലിസബത്ത് ആരായിരുന്നു? എന്തോ കസിൻ, ചാർച്ചക്കാരി എന്നൊക്കെ പറഞ്ഞു. എന്തോ കേട്ടില്ല. മാവി എന്ന് പറഞ്ഞാൽ എലിസബത്ത് മറിയമിന്റെ ആരായിരുന്നു? ചാർച്ചക്കാരിനെ പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രോട്ടോ എങ്കിലും ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹന്നയുടെ സഹോദരി, കൊച്ചമ്മ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു. അതാരായിരുന്നു? സക്കറിയ. ഒരുപാട് പുരോഹിതന്മാരുണ്ട്, എന്നാൽ സക്കറിയ എന്ന് പറയുന്ന പുരോഹിതനുമായി മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അവ രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കറിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്ന ദമ്പതികളായിരുന്നു ആര്? എലിസബത്ത് കൂടാതെ സക്കറിയ. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് ചില ഫ്രണ്ട്സ് ഉണ്ടല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് ഒരു 2 കൂട്ടുകാരുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലായിട്ട് വരും, അല്ലേ? ഇല്ലേ? അതൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ ബർൺഫീൽഡ് ഇങ്ങനൊന്നും ഇല്ലേ? കൂട്ടുകാരില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ പിയർ ഗ്രൂപ്പ് ഒന്നും ഇല്ല, അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആളുകളൊന്നും ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടില്ല. അതെങ്ങനെയാണ്? ഉണ്ടല്ലേ? My dear children, at least I'll ask children, youth members, do you have friends? How many of your friends are qualified to say that they are good in Christ, in God, and they are people of justice and people of prayer? നിങ്ങൾ ഏത് കൂട്ടുകാരെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്ന എന്തിനെ പറ്റിയാണ്? ഇനിയത്തെ പാർട്ടി എന്താണെന്നാണോ? ഓണത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്നാണോ? അതോ കർത്താവിന്റെ നീതിയെ പറ്റിയും
അവന്റെ ന്യായത്തെ പറ്റിയും അവനോടുള്ള പ്രാർത്ഥനയെ പറ്റിയും സംസാരിക്കാനുള്ള കൂട്ടുകാരുള്ള എത്ര പേര്? സാധാരണ ഇത് സംസാരിക്കുന്നത് അച്ഛന്മാരാണ്. അതുകൊണ്ട് അച്ഛന്മാരുടെ കൂട്ടും കൊടുത്തില്ല. എന്റെ അനുഭവം പറയുന്നത് അങ്ങോട്ട് അടുക്കത്തേ ഇല്ല. ഓ, അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ കുട്ടി ഇതും പറഞ്ഞു, അച്ഛനെ കുട്ടി വേദപുസ്തകത്തിന്റെ വാക്യം വേറെ പണിയില്ല. So I challenge you. Mother Mary had all these problems faced, but she kept intact friendship with Zachariah and Elizabeth, who were always good in God, and they were people of justice. നീതിയുള്ളവർ, നീതിയുടെ അംശത്തിനോട് കൂടെ നിൽക്കുന്നവർ എത്ര പേരുണ്ട്? കൂട്ടുകാരായിട്ട്. തീർന്നില്ല. മറിയം എന്തുകൊണ്ടാണ് മറിയമായി മാറുന്നത് നമുക്ക് പറയാം. അടുത്തൊരു കൂട്ടുകാരിയുടെ പേര് പറയാം. ഇപ്പൊ ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയായി ചർച്ചക്കാരാണ്. ഒരു കൂട്ടുകാരുടെ പേര് പറയാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ, 35 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 36 വായിച്ചു. ഇത്രയും പേര് സമയം കുറവുണ്ട്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകൾ ഹന്ന എന്ന പ്രവാചകി, അവളൊരു വിഡോ ആയിരുന്നു, ഒരു വിധവയായിരുന്നു. പറഞ്ഞു മറിയത്തിന്റെ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ വേറൊരു ഫ്രണ്ട് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 84 വർഷക്കാലം ദേവാലയത്തിൽ രാത്രിയിലും പകലിലും ഉപവാസവും പ്രാർത്ഥനയും കഴിച്ചു വന്നിരുന്ന ഒരു ലേഡിയായിരുന്നു. എനിക്കറിയില്ല, നമ്മള് സഭയായി ഇനിയും ഒരുപാട് കെട്ടുനോമ്പുകളും നോമ്പുകളൊക്കെ നോക്കണം. ഐ തിങ്ക് വി മസ്റ്റ് സ്റ്റോപ്പ് ഓൾ these all becoming conventions. It's not transforming our life, because still we have friendship which are nothing to do with the great experience of justice, peace and spiritual life. And here is a little girl, she has been always with. ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് മുഴുവൻ വായിച്ചു വരുമ്പോൾ അറിയാം, ഈ സ്ത്രീ ദേവാലയത്തിലുള്ളവളായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ നിന്നിരുന്ന പ്രവാചകിയുടെ കാര്യം പറയണത്. അപ്പൊ ഇതേ സമയത്ത് മാതാവ് അവിടെ ജീവിച്ചിരുന്നപ്പോൾ she had a very good contact with Mary, because it is said in the next verses. ഞാൻ അത് മുഴുവൻ വായിക്കാൻ സമയക്കുറവ് കൊണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മാതാവിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരാൾ ആരായിരുന്നു? ദേവാലയത്തിൽ രാത്രിയിലും പകലിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിച്ചിരുന്ന ഒരാൾ ഈ പ്രതിസന്ധിയുടെ ഇടയിലും കൂട്ടുകൂടിക്കൊണ്ടേയിരുന്നു. Have you got a friend who can challenge you and your life with a transformative prayer and Lent or maybe fasting to make your life different? What kind of a friendship that we have? Even within the church, when we have friendship, what do we talk? രണ്ട് കൂട്ടുകാരികളായി ഒരു കൂട്ടുകാരന്റെ കാര്യം കൂടെ പറഞ്ഞു. 2-ാമത്തെ അധ്യായം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. യെരൂശലേമിൽ ശിമോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമാണ്. ഞാൻ അവിടെ നിർത്താം, എനിക്ക് സമയം കുറവുള്ളതുകൊണ്ടാണ് അമ്മായി, അതല്ലെങ്കിൽ മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റും. ഈ ശിമോനാണ് പിന്നീട് യേശു ശിശുവായിരുന്നപ്പോൾ ജോസഫും മാതാവും ദേവാലയത്തിലേക്ക് ശിശുവിനെ കൊണ്ടുവന്നപ്പോൾ ഇനി കൊണ്ടുപോവാ, ഞാനൊന്ന് കാണട്ടെ, ഈ മുഖം കണ്ടിട്ട് വേണം എനിക്ക് മരിക്കുവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആളിനെ പറ്റി രണ്ടൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ലൂക്കോസ് 8-ാം വാക്യവും 25-ാം വാക്യവും 38-ാം വാക്യവും വായിക്കും. അത് രണ്ട് കണക്ട് ചെയ്ത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ആദ്യം വായിക്കും.
യെരൂശലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആഹാ. ഈ മനുഷ്യൻ നീതിമാനും ആ. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി ഇസ്രായേലിന്റെ എന്ത് കാണാനായിട്ടാണ്? ആശ്വാസം, രക്ഷയെ കാണാനായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പറയുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ, മാതാവിന്റെ ഫ്രണ്ട് ആരാണെന്നറിയാമോ? തങ്ങളുടെ സമൂഹത്തിന്റെ രക്ഷ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു ആര്? ശമോൻ. ഇനി 38-ാം വാക്യം വായിച്ചേ. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ആ. യെരൂശലേമിന്റെ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാണുവാൻ ആഗ്രഹിച്ചവളായിരുന്നു ആര്? ഹന്നയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. നാം കാണുന്ന മറിയമിനെ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടിലാക്കി നമുക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രം വെക്കുമ്പോൾ ആ മറിയമിന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിയം ഈ ലോകത്തിലുള്ള സകലതിനോടും പൊരുതുകയും എന്നാൽ അതേ സമയത്ത് തന്നെ മറിയം തെരഞ്ഞെടുക്കേണ്ടുന്ന നന്മയെ തെരഞ്ഞെടുക്കപ്പെടേണ്ടുന്നവരോട് കൂടെ തെരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ തന്റെ ജീവിതം ഏതിനോട് ചേർത്ത് വെക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നവളായിരുന്നു. അപ്പൊ നിത്യമായി ലോകത്തിന്റെ പ്രതിസന്ധിയിൽ ഓടിയ മാതാവല്ല, എന്നാൽ ലോകത്തിന്റെ പ്രതിസന്ധികൾക്കിടയിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ താനും താൻ കൂടിയിരിക്കുന്നവരും ഇസ്രായേലിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയെ പ്രതി ജീവിക്കുന്നവരായിരിക്കണം. ഈ സാധാരണ നമ്മുടെ പ്രസംഗങ്ങളിലിടയിൽ രക്ഷയുടെ അനുഭവം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ചിന്തിക്കും ഇത് വല്ല വേറെ പ്രോഗ്രാമാണ്. എന്നാൽ സുറിയാനി സഭയുടെ അടിസ്ഥാന ആരാധന ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലാകുവാനായിട്ടാണ്. അപ്പൊ ഈ രക്ഷയുടെ അനുഭവത്തിൽ അല്ലാതിരുന്നവരുടെ കൂട്ടമാണ് ദൈവത്തെ തള്ളി പറഞ്ഞവരെന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഞാൻ വേറൊരു ഭാഗത്ത് പറഞ്ഞുകൊള്ളാം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കൾ ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് എന്തായുടെ പ്രാർത്ഥനയിലൊക്കെ പറയത്തില്ലേ, യൂതന്മാർ കുരിശിൽ ആ പേരെടുത്ത് പറയുകയാണ് തന്നെ കുരിശെന്നൊക്കെ പറയുന്നത്. ഇതുകൊണ്ടാണ് ആരാണോ തള്ളി പറഞ്ഞത്. സത്യത്തിന് ഈ യേശു എന്നതിന്റെ ഇടയിൽ പറയാണ്, യേശു യെരൂശലേമിൽ അഥവാ പലസ്തീനിലാണല്ലോ വന്നത്. നമുക്ക് എന്താ ഇത് ഇന്ത്യയിലായിരുന്നെങ്കിലും നന്നായിരുന്നു അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യേശു ഇന്ത്യയിൽ വന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് രക്ഷപ്പെട്ടു പോയത് അല്ലേ? ശരിയല്ലേ? നമുക്ക് എന്തൊരു അഭിമാനമായിരുന്നു. ലോകം എന്ത് വന്നാലും നമുക്കാണല്ലോ വേണ്ടത്. എന്തൊരു അഭിമാനമാണ്. നമ്മളിപ്പോൾ പറയാറില്ലേ ഏറ്റവും ഗ്രോ ചെയ്യുന്ന എക്കോണമി ഇന്ത്യയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് അഭിമാനം പൂരിതമാകാറുണ്ട്. ഇപ്പൊ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലായിരുന്നു പറഞ്ഞതെങ്കിലോ, നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുമ്പോ ഈ വൈറ്റ്സിനോട് എന്താ യേശു ഞങ്ങളുടെ നാട്ടുകാരൻ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാര് പാട്ടെഴുതിയപ്പോൾ ഒരു തിരുത്ത് നൽകിയത്, ഇന്ത്യക്കാർ കുരിശിൽ തൂക്കി തന്നെ കബറതിൽ വച്ചിട്ടും. നമ്മളടുത്ത് 4 കുരിശിൽ കുരിശിച്ചാണ്. നമുക്കിത് ഒരു കാരണവശാലും ഇറങ്ങി പോകരുത് എന്നുള്ളത് നമ്മൾ ചെയ്തതിനായിരുന്നു. ഞാൻ പറയാറുണ്ട്, ദൈവാധീനമായ അദ്ദേഹം അവിടെ പാലസ്തീനിലുള്ളത്. അതുകൊണ്ട് പിതാക്കന്മാർ യൂതന്മാരുടെ കാരണം ഈ ജസ്റ്റിന് മനസ്സിലായില്ലേ? മലയാളത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ പറഞ്ഞില്ല ഇംഗ്ലീഷ്. അതൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മുടെ സമയം കഴിയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കണം. ആരാണ് മറിയം? ലോകത്തിന്റെ എല്ലാ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അനുഭവിച്ചപ്പോൾ തന്നെ ആ പ്രതിസന്ധികൾക്ക് അപ്പുറമായി അവള് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ കാരണം അവളുടെ ഫോക്കസ് എന്താണോ മറിയം ഇതിനിടയിലും പ്രാതിനിധ്യം നൽകിയത്, ആരോടാണോ ചേർന്ന് നിന്നത്, എന്തിനോടാണോ അവൾ ചേർന്ന് നിന്നത് എന്നതാണ് മറിയമിനെ വ്യത്യസ്തയാക്കി മാറ്റുന്നത്. ഇനി അമ്മായി വായിച്ചോളൂ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം പൂർണ്ണമായി വായിച്ചോളൂ. മറിയമേ നീ ഭയപ്പെടേണ്ട. പിന്നെയും എന്താണ്? ഒന്നാമത്തെ അധ്യായത്തിന് 30-ാം മറിയമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നമ്മുടെ പ്രസംഗം ഇനി 10 മിനിറ്റ് കൺക്ലൂഷൻ ആയി വരികയാണ്. ഇതാണ് പ്രസംഗിച്ചത്, കേട്ടോളൂ. എന്താണ്? എന്തെന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ, ദൈവപുസ്തകം വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ.
കൃപ ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ സുറിയാനിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എഴുതിയിരിക്കുന്നത് യു ഫൗണ്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നീ കണ്ടെത്തിയിരിക്കുന്നു. How beautiful it is. So the whole life that she had with ups and downs, and life which was not at all very simple for her in the church for 10 years, but with her friends and relatives combined, was in a search to find the grace. ശ്രദ്ധിച്ചു കേൾക്കണം, എന്താണ് ഗ്രേസ്? What is the grace? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. ശുദ്ധമായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത്രയും മതി, അത്ര മതി. നിങ്ങൾ ഉറങ്ങുന്നല്ലോ അല്ലേ? അറിയുമീ ആരെ കണ്ടെത്തി മാതാവ്? ആരെ കണ്ടെത്തി? ഗ്രേസ്, കൃപയെ കണ്ടെത്തി. കൃപ എന്ന് പറഞ്ഞാൽ ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 1:14 ഒന്നുകൂടെ വായിച്ചുമായി. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ഈ മാതാവിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഈ 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ അവൾ ഉരുവിട്ടുകൊണ്ടിരുന്ന, അവിടെ ദേവാലയത്തിൽ നെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പുസ്തകം പഴയ നിയമം നന്നായി പഠിച്ചു. എന്ന് പറഞ്ഞാൽ പ്രവാചക ഗ്രന്ഥങ്ങളും മോശയുടെ ന്യായപ്രമാണത്തിലൂടെ പറഞ്ഞു തുടങ്ങുന്ന ഒന്നുണ്ട്. എവിടെ തുടങ്ങിയത്? ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയ ഒന്ന്. എന്താ പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കും. മാത്രമാണോ, ഈ നിത്യജീവനായിരിക്കുന്ന ജീവന്റെ വൃക്ഷത്തെ വീണ്ടും നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. അവനാരാണ്? സൂര്യന്റെ പുത്രനായി അഥവാ ദൈവപുത്രനായി കടന്നു വരേണ്ടുന്നവനാണ് അവൻ. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞു. കൃപയായിരുന്നു അവൻ. ആ കൃപ മറിയം കണ്ടെത്തി. She found. എല്ലാ പ്രതിസന്ധികളുടെ ഇടയിലും ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ജീവിതമാണ് ധന്യമായ ജീവിതം. അപ്പൊ മറിയം നമ്മളെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? മേരി മസ്റ്റ് ഹെൽപ്പ് us to find Christ. നമ്മുടെ ആവശ്യം എന്താണ്? മറിയത്തെ കൊണ്ട് നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം മറിയത്തിനെ കൊണ്ട് എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങളാണ്? ഏറ്റവും അവസാനം നമ്മൾ പാരസെറ്റമോൾ വാങ്ങിക്കാൻ വരെ മറിയുന്നതിനാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം, പിള്ളേരുടെ വിസ അടിച്ചു കൊടുക്കണം, പിള്ളേരെ ജയിപ്പിക്കണം. ഇതൊക്കെ പുള്ളി ചെയ്യും. ഞാൻ ഇതൊന്നും അതിന് പറയത്തില്ലെന്നല്ല. പക്ഷെങ്കിൽ ഫണ്ടമെന്റലി വി സീക്ക് the intercessory prayer. I underline. ഇത് ഇന്നത്തെ 1-ാം ദിവസത്തെ മറന്നുപോയാൽ നാളത്തെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. I'm building up my message from here tomorrow. So the fundamental fact that we intercede Mother Mary to find Christ in us. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ക്രിസ്തുവിനെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? എന്തോ? ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നവര് കൈപൊക്കാൻ പറയുന്നത് ഉണ്ടോ? ആരെങ്കിലും കണ്ടെത്തി ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആയി പറ്റുകയുള്ളൂ. മറിയം പിന്നീട് കൃപ കണ്ടെത്തിയതിനു ശേഷം ഭയന്നതിന്റെ ഒരേ ഒരു കാരണം ഇതാണ്. ഒരു പക്ഷേ തന്നിലേക്ക് വരുന്ന, തന്നിൽ ജീവിക്കുവാൻ പോകുന്ന കൃപയും അവളുടെ ജീവിതത്തിന്റെ റിസ്ക്. കാരണം എന്താണ്? 6 മാസമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു. ലോകപ്രകാരം യൗസേപ്പിനെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷമാണ് മാലാഖ വന്ന്
ഇപ്രകാരം ഈ പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ ജീവിതത്തിലേക്ക് തന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ ആക്കുന്നുവെന്ന് പുരോഹിതന്മാരാൽ ആരൊക്കെയാണ്? സഖറിയാവ് തന്നെ പറഞ്ഞു എന്നാണ് പ്രോട്ടോവെങ്കിലിൻ പറയുന്നത്. സഖറിയാവ് തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. അങ്ങനെയാണ് വിഡോവേഴ്സിനെ വിളിക്കുന്നതും നിങ്ങൾക്ക് ആ കഥ അറിയാം. എങ്ങനെയാണ് യൗസേപ്പിനെ തെരഞ്ഞെടുക്കുന്നതെന്നും ഒക്കെയുള്ള കഥകളുണ്ട്. യൗസേപ്പിന്റെ വടിയിൽ നിന്ന് നിങ്ങൾക്കറിയാമോ കഥ? ഒരു പ്രാവ് പറന്നുപോയി എന്ന്. അതുകൊണ്ട് ഇസ്രയേലിലെ നീതിമാനായ യൗസേപ്പിനെ മറിയമിനെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇത് ഭയമല്ലാതെ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റൊന്നും ഉണ്ടാകില്ല. കാരണം യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ ജീവിക്കേണ്ടുന്നത് യേശു ക്രിസ്തുവിനെ പോലെയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്ക് ഇന്ന് അച്ഛൻ തന്ന സമയത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നത് കൊണ്ട് മറിയം ആരാണെന്ന് മാത്രം ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനൊരു ചെറിയ എക്സസൈസ് ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ നൽകി വരികയാണ്. യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി നാം വിശുദ്ധ മാമോദീസാ ദിനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നാം അഭിഷേകപ്പെട്ടു കഴിയുമ്പോൾ, തൃത്വ ദൈവത്തിന്റെ മക്കളായി നാം തീർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് അനുരൂപമാക്കി ദിനംപ്രതി മാറ്റുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിന് ഒരേ ഒരു ചോദ്യമായി ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാറുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഡു യു ഹാവ് എനി പർപ്പസ്? എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ തരുന്ന ഒരു യന്ത്രമുണ്ട്, ഗൂഗിള്. പക്ഷെങ്കിൽ ഗൂഗിളിനോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരൊറ്റയൊരു ചോദ്യം. You ask any question to Google, Google will answer you. But one question. There is one question that Google can never answer. You know what's the question? What is the purpose of my life? Google does not know that. My purpose is to find Christ and live in Him. അവനിൽ ജീവിക്കുവാനും ആ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ലോകത്തിന് പ്രകാശമയമാക്കി തീർക്കുവാനുമാണ്. നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ജീവിതം വല്ലാതെയായിരിക്കും, വളരെ അന്ധകാരമയമായിരിക്കും, ഈ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടത്തൊക്കെ വലിയ ഇരുട്ടാണ്, ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? Have you ever felt it? There is a despair, ഒരു നിരാശ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ ക്രിസ്തു വസിക്കുന്നില്ല എന്നാണ്. If Christ lives in us, there is a lamp. That lamp can give light to everyone. എന്നാൽ അത് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ നാം കണ്ടെത്തിയിട്ടില്ല എന്ന വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുവാൻ ശ്രമിച്ചത് യേശു ക്രിസ്തുവിനെ, കൃപയെ കണ്ടെത്തിയ മാതാവ്, നാം ഈ 8 നോമ്പിന്റെ 1-ാം ദിവസം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, മാതാവ് അല്ലെങ്കിൽ മാതാവിലൂടെ ക്രിസ്തുവിനെ പൂർണ്ണമായി കണ്ടെത്തുവാൻ അനുഭവിക്കുവാൻ അതിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 നോമ്പ് കഴിഞ്ഞതിന് ശേഷം എന്നോടൊരു നേഴ്സ് എൻ്റെ പള്ളിയിലുള്ളത് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, അച്ഛാ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത്, ഓസ്ട്രേലിയയിൽ സുവിശേഷം അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ സാധിക്കും. ഞാൻ അച്ഛനോട് ഇത് പറയുകയാണ്. എന്താണ് വിഷയം? പറഞ്ഞത്, എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഈ 25 ദിവസത്തെ നോമ്പിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന അനുഭവിച്ച ക്രിസ്തുവിനെ ഞാൻ ആയിരിക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുക എന്നുള്ളതായി. 25 ദിവസം സുവിശേഷം ഞാൻ എൻ്റെ വാർഡുകളിൽ പറയുകയും 4 പേർ ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ടു. അവരാരും ക്രിസ്ത്യാനികളായിരുന്നില്ല. ഇപ്പൊ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ക്യാൻ വി ബി ദി ഏജന്റ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് വേറെവർ വി ഗോ? നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിൽ കൃപയിൽ കണ്ടെത്തുന്ന ജീവിതങ്ങളായി തീരുവാൻ സാധിക്കുമോ? ആ ചോദ്യത്തിന് മുമ്പിൽ 1-ാം ദിവസം മറിയമിനെ കൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതൊന്നുകൂടെ പറയട്ടെ.
മറിയം നാം പറയുന്നത് പോലെ ഒരു വലിയ ഗ്ലോറിയുടെ എക്സ്പീരിയൻസസ് മാത്രമായിരുന്നില്ല ദേവാലയത്തിൽ. പ്രതിസന്ധികളിലൂടെ, നമ്മെ പോലെ തന്നെ പ്രതിസന്ധികളിലൂടെ. എന്നാൽ അവൾ തിരഞ്ഞെടുത്തത് അവളുടെ കൂട്ടുകാർ, അവളുടെ സ്നേഹിതർ എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നീതിയോടെ പ്രാർത്ഥനയോടെ ജീവിച്ചവരും ഉപവാസത്തിലും ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നുകൊണ്ട് അവൾ അന്വേഷിച്ചു പോയി ചെന്ന് കണ്ടെത്തിയത് ക്രിസ്തുവിനെയായിരുന്നു. അഥവാ യേശു ക്രിസ്തു കൃപയായിരുന്നവൻ, വചനം ജഡമായവനായിരുന്നു. അതിൽ അവൾ ജീവിച്ചു എന്നുള്ളതാണ്. അവിടെ മുതലാണ് എന്നാണോ മറിയം ക്രിസ്തുവിലായിത്തീർന്നത് അന്ന് മുതൽ അവളുടെ ജീവിതം മാറുകയാണ്. ആ മാറുന്ന ജീവിതത്തിന്റെ പ്രത്യേകത, അവൾ ലോകത്തെ എങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ കാണിച്ചത്, ആ കാണിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിരന്തരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള 3 കാര്യങ്ങളാണ് ഇനിയുള്ള 3 ദിവസം പറയുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ചോദിക്കേണ്ട ചോദ്യമുണ്ട്: ഹാവ് യു റിസീവ്ഡ് ക്രൈസ്റ്റ് ത്രൂ മദർ മേരി? മറിയത്തിലൂടെ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ ചോദ്യം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ട് നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു, വെളിവിയണിയാരകില ധാരമത വേളിവും നീ കാന്ത്യങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കെന്നും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുമ്പോൾ 1 വർഷം കൂടെ ശുദ്ധിമതിയായ മാതാവിന്റെ ജീവിതത്തോട് ചേർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ ധ്യാനിക്കുവാനായി നൽകിയപ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ, ജീവിതത്തിന്റെ പരിപരിപ്പുള്ള അവസ്ഥയിലൂടെ പോയ മാതാവിന്റെ ജീവിതം, എന്നാൽ അവൾ അടുത്ത് നിന്ന് മറ്റു ചില ജീവിതങ്ങളോട് ചേർത്ത് അവൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചത് ദൈവത്തിന്റെ കൃപയാകും. കൃപയെന്നതോ വചനം ജഡമായി സത്യത്തിലും കൃപയിലുമായിരുന്നത് ക്രിസ്തുവായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ മാമോദീസയിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും സാത്താനെ ഉപേക്ഷിക്കുകയും ചെയ്തുവെങ്കിലും പലപ്പോഴായി ഞങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ദൂരത്താകുന്നു. സാത്താനോട് ആഭിമുഖ്യം കാണിച്ചു. ആയതിനാൽ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് ദൈവത്തോട് പറയുവാനുള്ളത് മാത്രമാണ്: കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കഴിഞ്ഞ 20 വർഷമായി, 50 വർഷമായി, 80 വർഷമായി ഞാൻ മാതാവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലൂടെ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നില്ല. എൻ്റെ കൂട്ടുകാർ പലപ്പോഴും അവരവരുടെ ലോകചിന്തയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവരായിത്തീരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ നീതിയും അവൻ്റെ സ്നേഹവും അവൻ്റെ വചനവും സ്നേഹിക്കുന്നവരായിത്തീരുന്ന ഒരുപറ്റം കൂട്ടുകാരോട് ജീവിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എല്ലാം ചെയ്തു എന്ന് ആഗ്രഹിച്ചപ്പോൾ, എല്ലാം ചെയ്തു എന്ന് പറഞ്ഞുറപ്പിച്ചപ്പോൾ നിത്യജീവൻ ലഭിക്കുമോ എന്ന ചോദ്യം കണ്ണുനീരോടുകൂടെ പറയുന്നവനായി തീരുമോ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം? ദാഹിക്കുന്നവനായി 4 മണിക്കൂറോളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാഹനം ഓടിക്കുമ്പോൾ യേശു എന്ന സ്നേഹത്തെ പൂർണ്ണമായി ആസ്വദിക്കുവാനായി ചെവി കൂർക്കുന്നവനാണ്. ഒരു നിമിഷം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടി വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം തരാമോ എന്ന് യാചിക്കുന്നത് പോലെ
നമ്മൾ ഹൃദയം യാചിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ദൈവപൈതലേ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്, മാമോദീസയിലൂടെ നിന്നെ വേർതിരിച്ചതാണ്. നിന്നിലേക്ക് നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിന്നത് നഷ്ടമാവുകയില്ല. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് പൂർണ്ണമായി അവനെ സ്നേഹിക്കേണ്ടതും അവനെ അനുഭവിക്കേണ്ടതുമായ ആ വലിയ ദൗത്യത്തിൽ നിന്ന് മാറിയാൽ നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കും. ഉണ്ട് എങ്കിൽ കർത്താവിനോട് നമുക്ക് കരുണയാചിക്കാം. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. നമുക്കൊരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. ആ അർത്ഥത്തിൽ തന്നെ വീണ്ടും നമുക്ക് ദൈവത്തോട് യാചിക്കാം. Have mercy on me, Lord, have mercy on me. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. നാം കരുണ അപേക്ഷിക്കുന്ന ദൈവം നമ്മളിത് മാറി നിൽക്കുന്നവനല്ല. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കൈനീട്ടി തരുന്നവരുമാണ്. അത് തന്നെ നമുക്ക് അവനോട് വീണ്ടും യാചിക്കാം. മോചനമതിനായി പാപികളെ വരുവിൻ, മുട്ടും നോക്കു തുറം വീടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോ പ്രാപിക്കും, അന്വേഷിപ്പോ സ്നേഹിത, നീ കർത്താവിന്റെ വാതിൽ നിന്ന് മുട്ടാമോ? സ്നേഹിത, നിനക്ക് ദൈവസന്നിധിയിൽ യാചിക്കാമോ? ദൈവമേ, എനിക്ക് നിന്നെ വേണം, നിന്നെ വിട്ട് എനിക്കിനി ഒരു ജീവിതമില്ല. കർത്താവേ, നിന്നെ ഞാൻ ഒരിക്കൽ സ്വീകരിച്ചതാണ്. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളോടും ലോകമോഹങ്ങളോടും ചേർന്ന് എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മ അത് ഞങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശുദ്ധിമതിയായ മാതാവേ, നിന്റെ ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ അവസ്ഥയിലും പ്രതിസന്ധിയിലും നീ ക്രിസ്തുവിനെ കണ്ടെത്തിയത് കൊണ്ട് ആ യാത്ര, ആ പാത പിന്തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മാതാവേ, നിന്റെ ഏകപുത്രനോട് അപേക്ഷിച്ച് ഞങ്ങൾ ഇന്ന് മാറിപ്പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നീ കൂട്ടുനിൽക്കണമേ. സ്നേഹിത, മകനെ, മകളെ, ക്രിസ്തുവിനെ നഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാം. അവനോടുകൂടെ ചേരുന്നവരോടുകൂടെ ആയിരിക്കാം. അതിനുവേണ്ടി നമ്മുടെ കൂട്ടായ്മകളെ ചേർക്കാം. ദേവാലയം അതിനുവേണ്ടിയാക്കാം. ദേവാലയത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരും അവന്റെ നീതിയും ന്യായവും സംസാരിക്കുന്നവരുമാകാം. അവരിലേക്കുള്ള പ്രാർത്ഥനാ യാഗങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താം. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. അടുത്ത ദിനങ്ങളിൽ തുടർന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും.
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയത് ദൈവമാതാവിന്റെ സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതകളാലും പ്രാർത്ഥനകളാലും തന്നെയും